തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും കോൺഗ്രസിൽ നിന്നും BJP-യിലേക്കുള്ള ഒരു ഒഴുക്ക് അത് അവിടെ കോഴിക്കോട് വളരെ ശക്തമാണ്. ഇപ്പോൾ കോഴിക്കോട് വടകര അഴിയൂരിൽ ദമ്പതികളായ കോൺഗ്രസ് നേതാക്കൾ BJP-യിൽ ചേർന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മഹിളാ കോൺഗ്രസ് അഴിയൂർ മണ്ഡലം പ്രസിഡന്റും അഴിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മഹിജ തോട്ടത്തിലും അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ തോട്ടത്തിൽ ശശിധരനുമാണ് BJP അംഗത്വം സ്വീകരിച്ചത്. 3, 4, 5 വാർഡുകളിൽ നിന്നും ജയിച്ച് ജനപ്രതി ആയ ആളാണ്. കൈപ്പേറിയ അനുഭവമാണ് ഈ BJP പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പ്രസ്ഥാനമാണ്. ഒരു കോൺഗ്രസ്സുകാരിയായിട്ട് തന്നെ നിൽക്കണമെന്നായിരുന്നു ഞങ്ങളുടെ താല്പര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് വാർഡിൽ കമ്മിറ്റി വിളിച്ചു ചേർത്ത്, ഞങ്ങൾ അറിയാതെയാണ് അവർ കമ്മിറ്റി വിളിച്ചു ചേർത്ത്. പക്ഷെ സജീവമായിട്ട് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങൾക്ക് കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വല്ലാത്ത മനോവിഷമം ഉണ്ടായി. ചേതൻ സാജൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ചേതൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രതികരണം കേൾക്കുകയായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇത്ര വർഷമായി ഒരു കോൺഗ്രസ്കാരിയായി തന്നെ ജീവിച്ചു മരിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു കൈപ്പേറിയ അനുഭവം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനോടുള്ള അവരുടെ പ്രതികരണമാണ് ഇത്തരത്തിലൊരു പാർട്ടി മാറ്റം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും സിദ്ധേരി, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്ന നേതാക്കന്മാരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും നമുക്ക് കാണാവുന്ന ഇതേ പ്രതിഭാസവുമാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചിരിക്കുന്നത്. കോഴിക്കോട് വടകര അഴിയൂരിലാണ് ഈ സംഭവം. അഴിയൂരിൽ മഹിളാ കോൺഗ്രസ് അഴിയൂർ മണ്ഡലം പ്രസിഡന്റും 15 വർഷത്തോളമായി അഴിയൂർ പഞ്ചായത്ത് അംഗവുമായ മഹിജ തോട്ടത്തിലും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവും 25 വർഷത്തോളം പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ തോട്ടത്തിൽ ശശിധരനുമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. പ്രധാനമായും ഇരുവരും ആരോപിക്കുന്നത് വലിയ രീതിയിലുള്ള കൈപ്പേറിയ അനുഭവമാണ് സമീപകാലങ്ങളിൽ നിന്നായി കോൺഗ്രസിൽ നിന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. അതുമാത്രമല്ല, അഴിയൂരിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അഴിയൂർ ഭരിക്കുന്നത് UDF RMP മുന്നണിയാണ്. ഈ RMP ഇവിടെ ഭരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിന് അമിത പ്രാധാന്യം നൽകുന്നു. അതാണ് തങ്ങളെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയത്. മുസ്ലിം ലീഗിന് അമിത പ്രാധാന്യം നൽകുന്ന കാര്യം തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദമ്പതികളായ ഇരുവരും വർഷങ്ങളായി 40 വർഷത്തെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ച അനുഭവമുള്ള ഇരുവരുമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകുന്നത്. ഒരു കാര്യം പരിശോധിച്ചാൽ ഓപ്പറേഷൻ ലോട്ടസ് അവർ ഇതിവിടെ ഗ്രാസ് റൂട്ടിലേക്കും BJP നടപ്പാക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കോൺഗ്രസിലെ അസംതൃപ്തരായ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ കണ്ടെത്തി BJP-യിലേക്ക് കൊണ്ടുവരുന്ന നീക്കവും വളരെ സജീവമായി തുടരുകയാണ്. ഏതായാലും കോൺഗ്രസ് നാളത്തെ BJP എന്ന കാര്യം അനുവർത്തിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. സിന്ധൂരി.